ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ നേതാക്കളുടെ പരസ്യ പ്രതികരണം ബി.ജെ.പി. ദേശീയ നേതൃത്വം ഗൗരവമായി എടുത്തിട്ടുണ്ട്. നേതൃത്വം പരിശോധിക്കുമെന്ന വാർത്തയുമായി ദീപക് തർമൺ നമുക്കൊപ്പം ചേരുകയാണ്. പ്രതികരണങ്ങളുടെ ഇംഗ്ലീഷ് വിവർത്തനം അയക്കാൻ സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ദേശീയ നേതാവ് അപരാജിത സാരംഗി അന്വേഷണം ആരംഭിച്ചു. 24 ബിഗ് ബ്രേക്കിംഗുമായി ദീപക് തർമൺ കോഴിക്കോട് നിന്ന് ചേരുന്നു. കേന്ദ്ര നേതൃത്വം അന്വേഷിക്കുന്നു എന്നുള്ള വാർത്ത ബ്രേക്ക് ചെയ്യാൻ ദീപക് റെഡിയായി കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ദീപക്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം കേരളത്തിലേക്ക് നേരിട്ട് ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടമുണ്ടാക്കിയ മുഴുവൻ നടപടികളും, അതിൽ പരസ്യമായ പ്രസ്താവനകൾ മുഴുവൻ പരിശോധിക്കാൻ പോകുന്നു. ആദ്യഘട്ടത്തിൽ ഇതുമാത്രം പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനം. അതായത് ജനങ്ങളെ ബി.ജെ.പിയിൽ നിന്നും അകറ്റിയ പ്രസ്താവനകൾ ആരൊക്കെ നടത്തി, ആ പ്രസ്താവനകൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വിഭാഗത്തെ അകറ്റിയെങ്കിൽ മാത്രവുമല്ല പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ. അതായത് കേന്ദ്ര നേതൃത്വം കേരളത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വോട്ട് ചോരാൻ കാരണമാകുന്നതും ജനങ്ങളെ ബി.ജെ.പിയിൽ നിന്നും അകറ്റുന്നതുമായ പ്രതികരണങ്ങൾ ആരൊക്കെ നടത്തിയോ അത്തരം പ്രതികരണങ്ങളുടെ എല്ലാം തന്നെ ലിങ്ക്, അതിൻ്റെ വീഡിയോ ഫയൽ, ഒപ്പം തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ, ഇത്രയും സാധനങ്ങൾ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീറിനോടാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം ശേഖരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ദേശീയ നേതൃത്വം കേരളത്തിലെ കാര്യത്തിൽ വളരെ കൃത്യമായ ഇടപെടലിലേക്ക് കടക്കുന്നു. അപരാജിത സാരംഗിക്കാണ് ഇതിൻ്റെ ഏകോപന ചുമതല. അതായത് ദേശീയ നേതൃത്വത്തിന്റെ അന്വേഷണത്തിന്റെ ഏകോപന ചുമതല അപരാജിത സാരംഗി എം.പിക്കാണ്. ഒറീസയിൽ നിന്നുള്ള എം.പി ആണ്. അവർ കേരളത്തിന്റെ സഹപ്രഭാരിയാണ്. ഇവരെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് സഹസംഘടനാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ് ഓരോ നേതാക്കളും നടത്തിയ പ്രസ്താവന. അത് വലിയ നേതാക്കളും ചെറിയ നേതാക്കളും, ആ നേതാക്കൾ നടത്തിയ പ്രസ്താവന ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിവിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക. നടപടിയിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടി തന്നെയായിരിക്കും ഇത്തരമൊരു പരിശോധന. ഏതായാലും ദേശീയ നേതൃത്വം കെ സുരേന്ദ്രന് പിന്തുണ ഇന്നലെ പ്രഖ്യാപിച്ചു. പ്രകാശ് ജാവ്ദേക്കർ രാജി വെക്കേണ്ടതില്ല എന്ന പരസ്യ പ്രസ്താവന അനിതര സാധാരണമാണ്. അത്തരം പ്രസ്താവന സാധാരണ പ്രകാശ് ജാവ്ദേക്കർ ഒന്നും ഇത്തരം വിഷയത്തിൽ പ്രതികരിക്കാറില്ല. പക്ഷേ 24 വാർത്തയിൽ പ്രതികരിച്ച് രംഗത്തെത്തുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ നമുക്ക് ദേശീയ നേതൃത്വം ലഭിക്കുന്ന വിവരം, ദേശീയ നേതൃത്വം കേരളത്തിൽ വിശദമായ പരിശോധനയിലേക്ക് കടക്കുന്നു. പരസ്യ പ്രസ്താവന, ജനങ്ങളെ അകറ്റിയ പ്രസ്താവനകൾ, ഈ പ്രസ്താവനയിലാണ് പരിശോധന. ദീപക് തർമണമാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്.